ഈ വനിതാ ദിനത്തിൽ പുതിയൊരു ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് ഗായികയായ അമൃത സുരേഷ്. ഗുഡ് മോർണിംഗ് അമൃത. എന്താണ് ഇത്തരം ഒരു ആൽബവുമായിട്ട് ഈ വനിതാ ദിനത്തിൽ വരാൻ കാരണം? സ്വന്തം അനുഭവങ്ങളാണോ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ തീപ്പൊള്ളൽ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ തോന്നലാണോ? സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒക്കെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് പൊള്ളലേറ്റ് എഴുതിയ ഒരു പാട്ട് തന്നെയാണ്. അമൃത ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോ അയ്യോ അത് ഞാനല്ല കേട്ടോ, ആണല്ലേ? എനിക്ക് തോന്നി എയുടെ ഒരു സാധ്യത പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, എയും നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണല്ലോ. അപ്പൊ ഇത്തരം ഒരു കോൺസെപ്റ്റ് മനസ്സിൽ തോന്നിയത് എങ്ങനെയാണ്? ഈ ഒരു പാട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പാട്ടിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ആകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബാൻഡ് വിഡ്ത്ത് ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ടാണ് ഈ ഫുൾ വീഡിയോ ഇത് നമ്മൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഫുൾ വീഡിയോ റിലീസ് ചെയ്യുക. ഇതിപ്പോൾ സാറ് കാണിച്ചത് ഇതിൻ്റെ ഒരു ട്രയലറാണ്. പാട്ട് എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും റിലീസായിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഈ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളിലേക്കൊക്കെ ചില കണ്ണാടി പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഈ കൺട്രോൾഡായ ദൃശ്യങ്ങളിൽ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ദിനത്തിൽ പ്രത്യേകിച്ചും? സാർ, ഇത് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം മുമ്പോട്ട് സമൂഹം പോയെന്ന് പറഞ്ഞാലും നമ്മൾ സ്ത്രീകളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എനിക്ക് എന്നെ പേഴ്സണലി ഒരുപാട് ഫീൽ ചെയ്യിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വരികളായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ പിഴ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ജീവിതം തന്നെ ഒരു പിഴയായി മാറുന്നു എന്ന് അമൃതയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട് സാർ. അത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വരികൾ എഴുതാനുള്ള ഒരു ചിന്തയിലോട്ട് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പാട്ട് റിലീസ് ചെയ്യണ്ട. ഞാൻ എഴുതി അത് കമ്പോസ് ചെയ്ത് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചൊരു പാട്ടായിരുന്നു. പിന്നെ റിലീസ് ചെയ്യേണ്ടെന്ന് ഇത് കുറച്ച് മുന്നേ, ലൈക്ക് 1 വർഷം മുന്നേ ഞാൻ ചെയ്തൊരു സംഭവമായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കേട്ടപ്പോൾ അവർക്ക് ഇതിനകത്ത് വരികൾ വല്ലാണ്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പം എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് എന്താ പറയുക, പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള. അപ്പോൾ അവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ നമ്മളുടെ ഇവൻറ്റിൽ മാരത്തോണിലാണല്ലോ ഞാനിത് ആദ്യമായിട്ട് ലൈവിലത് പാടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരാണെങ്കിലും അവർ പറഞ്ഞതും അവർക്ക് ഈ പാട്ട് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ വരികൾ എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് സാർ. അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർ ചില കമൻറ്റുകൾ, അതായത് കെ സുമാർ എന്നൊരു കക്ഷി എഴുതിയിരിക്കുന്നത് കാമുകിയായി, ഭാര്യയായി, അമ്മയായി, അവസാനം കുഴപ്പക്കാരിയായി മാറുന്ന സ്ത്രീകളുണ്ട്. അദ്ദേഹം വേറെ വാക്കാ ഉപയോഗിച്ചിട്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ കുറ്റം പറയുന്നവരും ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അമൃത? സാർ, എനിക്കത് ചോദ്യം മനസ്സിലായില്ല. അതായത് പുള്ളി പറയുന്നത് വെച്ചാൽ കാമുകിയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ നല്ല രീതിയിൽ വരും, അവസാനം കുഴപ്പക്കാരിയായിട്ടും ഇതേ സ്ത്രീ തന്നെ മാറും എന്നാണ് ഈ പ്രേക്ഷകന്റെ പക്ഷം. അതിപ്പോൾ കുഴപ്പങ്ങൾ എന്താ പറയുക, അതൊരു ആൺ പെണ്ണെന്നുള്ള ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സാർ. അതിന് ഞാൻ എന്താ ഉത്തരം പറയാം? അത് ഓരോരുത്തർക്ക് അനുഭവം. ഇങ്ങനെ എന്താ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായ പുരുഷന്മാരും ഉണ്ട്. ഞാനതില്ല എന്ന് പറയണില്ല. അപ്പോൾ ഞാൻ എന്താ പറയാ. ഓക്കെ അമൃത, വളരെ സന്തോഷം. അപ്പോൾ അമൃതയുടെ ഒരു ഈ പിഴ എന്ന ആൽബത്തിൽ നിന്നുള്ള ഏറ്റവും ഹൃദയസ്പർശിയാണെന്ന് അമൃതയ്ക്ക് തോന്നിയ 2 വരി കൂടി ആലപിച്ചാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കാം. മാറത്തണഞ്ഞാൽ പിഴ, മാറി നടന്നാൽ പിഴ, മാറത്തടിച്ചാലോ പെണ്ണേ നീ പിഴ പിഴ, ആട്ടം കഴിഞ്ഞാൽ പിഴ, ആടാതിരുന്നാൽ പിഴ, ആരോമലുണ്ണി നീ ആരാന്റെ ചെറു പിഴ, പെണ്ണേ നീ പിഴ പിഴ. ഓക്കെ, താങ്ക് യു അമൃത സുരേഷ്. അമൃത, ഇതെല്ലാവരും ഈ ആൽബം കാണട്ടെ, അവർ ആസ്വദിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും കാണാനുള്ള അവസരമായല്ലോ. താങ്ക് യു അമൃത. ഈ മോർണിംഗ് ഷോയിൽ നമുക്കൊപ്പം ചേർന്നതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.